ദിവ്യമന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏപ്രിൽ 14 ഞായർ, ഹോശന്നാ ഞായർ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ് പൊതുചിന്താ വിഷയം. ഇന്നു മുതൽ പീഡാനുഭവ ആഴ്ച ആരംഭിക്കത്ര. ഇന്ന് വൈദിക സെമിനാരി ദിനമായും സഭ ആചരിക്കുന്നു. ഒന്നാം പാഠം സക്കറിയാവ് 9:1 മുതൽ 12 വരെ. യഹൂദ്യക്ക് ഭീഷണിയായി ദമേശേക്കും സോറും സീദോനും എക്രോനും അസ്തലൂനും എല്ലാം പ്രശ്നമായി അവരെ പീഡിപ്പിച്ച വേളയിലാണ് സക്കറിയാവ് പ്രവചിക്കുന്നു, നിന്റെ രാജാവ് വരുന്നു, ഇനിയും നീ ഭയപ്പെടേണ്ടതായി ഇല്ല, ഇനിയും ശത്രുക്കളുടെ ഭീഷണി നിനക്ക് ഉണ്ടാകുകയില്ല. ഇതാ നിന്റെ രാജാവ് വരുന്നു, അവൻ സൗമ്യനായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് വാഗ്ദാനം ചെയ്യുന്നു. യേശുക്രിസ്തുവിന് ഏകദേശം 480 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ഈ പ്രവചനത്തിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. എന്നാൽ സഭയെ സംബന്ധിച്ച് ഇത് യേശുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമായി നാം കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ടാം പാഠം 1 തീമോത്തിയോസ് 4:6 മുതൽ 16 വരെ. ക്രിസ്തുവിൽ താൻ ജനിപ്പിച്ച നിജപുത്രനായ തീമോത്തിയോസ് എന്ന സഭാ മേലധ്യക്ഷന് വിശുദ്ധ പൗലോസ് എഴുതുന്നതായ കത്താണ് ഈ ലേഖനം. എന്താണ് സഭാ അധ്യക്ഷൻ എന്ന നിലയിൽ തീമോത്തിയോസ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നീ കാര്യങ്ങളിൽ നീ വ്യാപൃതനായിരിക്കണം. ഒരു പട്ടക്കാരനെ സംബന്ധിച്ചും ഒരു മേലധ്യക്ഷനെ സംബന്ധിച്ചും ഇതാണ് പ്രാഥമികമായ ചുമതല. ദൈവവചനം വായിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും അവർ തൽപരരായിരിക്കണം എന്ന് വിശുദ്ധ വചനം ഓർപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ നിനക്ക് തന്നെ നിർവഹിപ്പാൻ നിവർത്തിയില്ല. അതുകൊണ്ട് മൂപ്പന്മാരുടെ കൈവെപ്പാൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാ ശക്തിയിൽ നീ ആശ്രയിക്കണം എന്നും വിശുദ്ധ പൗലോസ് തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നു. സ്ലീഹഭാഗം എബ്രായർ 5:5 മുതൽ 10 വരെ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു എന്ന് എഴുത്തുകാരൻ കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ദൈവപുത്രൻ ആയിരുന്നിട്ടും ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് യേശുക്രിസ്തു പ്രവേശിക്കപ്പെടുന്നത് കേവലം ദൈവപുത്രനായി എന്നതുകൊണ്ടല്ല, ലോക ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിപ്പാൻ കഷ്ടപ്പാടുകൾ സഹിച്ചു എന്നതാണ്. ഇതായിരിക്കണം ഒരു പട്ടക്കാരൻ്റെ, ഒരു മേലധ്യക്ഷൻ്റെ മുഖമുദ്ര എന്ന് വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നു. അതിനാൽ കേവലം യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതായ സിലബസും ക്രെഡിറ്റ് അവറും മാത്രമല്ല, അതിലുപരിയായി ജീവിതത്തെ രൂപപ്പെടുത്തുന്നതായ മൂശ, ജീവിത അനുഭവങ്ങളുടെ മൂശയിലാണ് ഒരു വൈദിക വിദ്യാർത്ഥി, ഒരു പട്ടക്കാരൻ രൂപപ്പെടുന്നത് എന്ന് എഴുത്തുകാരൻ ഇവിടെ നമ്മെ ഓർമ്മിക്കും. ഏവെങ്കേലിയോൻ ലൂക്കോസ് 19:28 മുതൽ 40 വരെ. യേശുക്രിസ്തു നടത്തുന്ന ജൈത്ര യാത്രയാണ്, ട്രയംഫൽ എൻട്രിയാണ് ഇവിടെ വിഷയം. ഒലിവുമലയുടെ ഒരു ഭാഗമായിരുന്ന ബേത്ഫാഗയിൽ നിന്ന് കർത്താവ് യാത്ര ആരംഭിക്കുകയാണ്. എവിടേക്ക്? യെരുശലേം നഗരത്തിലേക്ക്. കാരണം എന്താണ്? പെസഹ ആഴ്ച ആരംഭിക്കുകയാണ്. പെസഹായുടെ ആചരണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കർത്താവ്
ഒരു ജനത്തോടു കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് യേശു നേരത്തെ സ്വയം സംഘടിപ്പിച്ചതോ മറ്റാരെ കൊണ്ടെങ്കിലും സംഘടിപ്പിച്ചതായ ഒന്നല്ല. എന്നാൽ വചനത്തിൽ നാം വായിക്കുന്നത് ഒലിവ് മലയുടെ ഇറങ്ങുന്നതായ ആ അവസരത്തിൽ തന്നെ യേശുവിനെ കണ്ടതായ ശിഷ്യന്മാരും മറ്റുള്ളവരും അവൻ ചെയ്തതായ വീര്യപ്രവൃത്തികളെ കുറിച്ച് ബോധവാന്മാരായി തീർന്നു. ഒരു മുൻ ഒരുക്കമില്ലായിരുന്നു എങ്കിൽ പോലും അവിടെ ഒരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിക്കുകയാണ്. ഇതിനെ ട്രയംഫൽ എൻട്രി, ജൈത്രയാത്ര എന്ന് പറയുവാൻ കാരണം എന്താണ്? യുദ്ധം ജയിച്ചു വരുന്നതായ ഒരു രാജാവ് ആ യുദ്ധത്തിൽ പിടിച്ചെടുത്തതായ സാധനങ്ങൾ, ഏറ്റവും അല്ലെങ്കിൽ വസ്തുവകകൾ ഒരു ഘോഷയാത്രയുടെ ഏറ്റവും മുൻപിലായും അതിൻ്റെ പുറകിലായി പിടിച്ചെടുത്തതായ അന്യരാജ്യക്കാരായ അടിമകളെയും അതിൻ്റെ പുറകിലായി രാജാവിൻ്റെ പരിവാരവും നീങ്ങുന്ന ഒരു പതിവ് മധ്യ പൗരസ്ത്യ ദേശത്തെ സാധാരണ കാഴ്ചയായി. എന്നതുപോലെ തന്നെ യേശുവിടെ ഒരു ജൈത്രയാത്ര നടത്തുകയാണ്. യുദ്ധം ചെയ്തിട്ടല്ല, ആരെയും തോൽപ്പിച്ചിട്ടുമല്ല. എന്നാൽ ഈ ജൈത്രയാത്രയുടെ പ്രധാന ഭാഗക്കാരൊക്കെയാണ്? യേശുവിൻ്റെ വചനം കേട്ടവർ, യേശുവിനാൽ സൗഖ്യം വന്നവർ, യേശു കാഴ്ച കൊടുത്തവർ, കേൾക്കാൻ സാധിക്കാത്തതായ ചെവിയെ തുറക്കപ്പെട്ടവർ, ഇങ്ങനെ അല്ലെങ്കിൽ യേശുവിനോട് കൂടെ നടന്ന് അതിശയ പ്രവൃത്തി ചെയ്തപ്പോൾ വീഞ്ഞു കുടിച്ചവരോ ഭക്ഷണം കഴിച്ചവരോ ആകാം. ഇങ്ങനെയുള്ളവരാണ് യേശുവിനെ കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായി ആരുടെയും പ്രേരണയില്ലാതെ അവനെ അവരുടെ മനസ്സിൽ അവരെ രാജാവാക്കി അവരോധിക്കുകയാണ്. ആ രാജാവിനെ ബഹുമാനിക്കുവാൻ അവർ അവരുടെ പുറം വസ്ത്രങ്ങളെ, പുറം ലോഹകളെ വഴിയിലെ വിരിക്കുകയാണ്. വസ്ത്രം നാം ധരിക്കുന്നത് നഗ്നത മറയ്ക്കുവാനായിട്ടാണ്. ഏദൻ തോട്ടത്തിലെ പ്രശ്നവും ഇതായിരുന്നു. മനുഷ്യൻ നഗ്നനായിരുന്നപ്പോൾ ദൈവം അവനെ വസ്ത്രം ധരിപ്പിച്ചു. ഇപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞതായ അവസരത്തിൽ ജനത്തിന് തോന്നുന്നു ഇനി പുറംകുപ്പായത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആരൊക്കെ യേശുവിനെ കാണുന്നുവോ അവരുടെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെയും അതുപോലെ തന്നെ ലജ്ജയുടെയും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ആ അനുഭവത്തിൻ്റെ ആവശ്യമില്ല. അതിനാൽ പുറം വസ്ത്രം റോഡിലിട്ട് യേശുവിനെ ബഹുമാനിക്കുന്നത് അന്നത്തെ രാജാക്കന്മാരെ അവരെ സ്വീകരിക്കുവാനായി ജനം പരവതാനി വിരിച്ച പോലെ ആയിരിക്കാം. എന്നാൽ അതിലുപരിയായി പാപത്തിൻ്റെ ശക്തികളുടെ മേൽ യേശു നൽകുന്നതായ വിജയം, ലജ്ജയെ മാറ്റിക്കളയുന്നത്, കുറ്റബോധത്തെ മാറ്റിക്കളയുന്നത് ഹോശന ഞായറാഴ്ചയുടെ സന്ദേശമാണ്. ഈ രാജാവ് യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്താണ്. കുതിര വിജയത്തിൻ്റെയും ഹുങ്കിൻ്റെയും ശക്തിയുടെയും ലക്ഷണമെങ്കിൽ സൗമ്യതയുടെയും ഒരു പക്ഷെങ്കിൽ പരാജയത്തിൻ്റെയും ഭാരം വഹിക്കുന്നതിൻ്റെയും ലക്ഷണമായി കഴുതയെ കർത്താവ് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയാണ്. ഇന്നും ലോക സംസ്കാരത്തിൽ കഴുതയ്ക്ക് പ്രാധാന്യം കുറവാണ്. ലക്ഷ്യം വരുമ്പോൾ പലരും കഴുത എന്ന് മറ്റുള്ളവരെ വിളിക്കാറുണ്ട്. എന്നാൽ യേശു പറയുന്നു, എനിക്ക് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അതിനാൽ ജീവിതത്തിൻ്റെ പല ഭാരങ്ങൾ ഏറുന്നവരും അപമാനിതരായിത്തീരുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയെ നോക്കി യേശു പറയുന്നു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, ഈ കഴുതയെ ആവശ്യമുണ്ട്. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒന്ന്, യേശു എന്ന രാജാവ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കും, നമ്മെ ലജ്ജയിൽ നിന്ന് വിമുക്തനാക്കും. മാത്രമല്ല, ശക്തിയുടെയും ആഡംബരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചിഹ്നമായിരിക്കുന്നതിന് പകരം താഴ്മയുടെ ചിഹ്നവും സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ഈ രാജാവിനെ അനുഗമിക്കുവാൻ ഈ ഹോശന്ന
ഞായറാഴ്ച ദിവസത്തെ വേദവായനയും ധ്യാനവും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.